നമ്മുടെ ടാറ്റയുടെ ടിയാഗോയാണ്. അതായത് ടാറ്റയുടെ ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്നൊരു മോഡലാണ്. അതിൽ തന്നെ ഈ കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ്, അതായത് XE എന്ന മോഡലാണ്. അപ്പോൾ പലർക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാണെന്നൊന്നും ഒരു ഐഡിയയും കാണത്തില്ല. അപ്പം ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ടിയാഗോയുടെ ഓരോ മോഡലിൻ്റെയും ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ടിയാഗോയുടെ ഒരു പ്രത്യേകത, പെട്രോളിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഇലക്ട്രിക്കിൽ കിട്ടുന്നുണ്ട്, CNGയിൽ കിട്ടുന്നുണ്ട്, എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ കിടക്കുന്ന പെട്രോൾ മോഡലാണ്, XE എന്ന മോഡലാണ്. 5,58,000 നമുക്ക് ഓൺ റോഡ് വരുന്നത്. ഇത് എക്സ്റ്റൻഡർ വാറണ്ടി എല്ലാം കൂട്ടിയിട്ടുള്ള പ്രൈസാണ്. നിങ്ങൾക്ക് എക്സ്റ്റൻഡർ വാറണ്ടി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് ഒരു 5-10 റേഞ്ചിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. XM എന്ന സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 6,58 വരും. XT എന്ന തേർഡ് വേരിയൻ്റ് ആണെങ്കിൽ 7,16. XZ എന്ന ഫോർത്ത് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 7,87. പിന്നെ XZ പ്ലസ് എന്ന ടോപ്പ് എൻഡ് ആണെങ്കിൽ 8,29,000 ഓൺ റോഡ് വരും. ഇത്രയും പറഞ്ഞത് പെട്രോൾ മോഡൽസിൻ്റെ പ്രൈസാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ കിടക്കുന്ന 5,58ൻ്റെ വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 60,000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. 5 വർഷമാണെങ്കിൽ ഒരു 9,700 റേഞ്ചിലും 7 വർഷത്തേക്ക് ഒരു 7,600 റേഞ്ചിലും ഇതിന് EMI വരത്തുള്ളൂ. അപ്പോൾ EMI ക്ലിയർ ആയല്ലോ, മാനുവൽ വേരിയൻസിൻ്റെ പ്രൈസും ക്ലിയർ ആയല്ലോ. ഇനി ഓട്ടോമാറ്റിക് പറഞ്ഞുതരാം. XT എന്ന മോഡലിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് 7,76 പ്രൈസ്. XZ എന്ന മോഡലിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് 8,45 പ്രൈസ്. അതും ക്ലിയർ ആയല്ലോ. ഇനി CNGയിലേക്ക് പോകാം. XE എന്ന മോഡലിൽ CNG കിട്ടുന്നുണ്ട് 6,89 ഓൺ റോഡ് വരും. XM എന്ന മോഡലിൽ CNG വരുന്നുണ്ട്, അതിന് 7,73,000 വരും. പിന്നെ XT എന്ന മോഡലിൽ CNG വരുന്നുണ്ട്, അതിന് 8,32 വരും. XTയിൽ തന്നെ CNGയിൽ ഓട്ടോമാറ്റിക് കൂടി നമുക്ക് വരുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് 8,90. പിന്നെ വരുന്നത് XZ എന്ന മോഡലാണ്, അതിന് 9 ലക്ഷമാണ് ഓൺ റോഡ്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്, അതിന് 9,59 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ CNGയിൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾ ഒരുപാട് കമ്പനികളിൽ അങ്ങനെ വരുന്നില്ല, ടിയാഗോയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി EV കൂടി നമുക്ക് അവൈലബിൾ ആണ്. XE എന്ന ഏറ്റവും ബേസ് മോഡലിൽ EV വരുന്നുണ്ട്, വെറും 9,06,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് വരുന്നത്. XT എന്ന സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 10,15,000 അതിന് ഓൺ റോഡ് വരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഓൺ റോഡ് പ്രൈസാണ് ഈ മോഡലിൻ്റെ. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു ബേസ് മോഡലാണെന്ന് പറഞ്ഞു. അതിപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേക്കാം. അപ്പോൾ ഗ്രില്ലൊക്കെ അത്യാവശ്യം പിയാനോ ബ്ലാക്ക് ഫിനിഷ് നല്ല കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് വരുന്ന സമയത്ത് നോർമൽ ഹാലജൻ ടൈപ്പാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ്. നല്ലൊരു ക്രോം എലമെൻറ്റ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മിററൊക്കെ നോക്കിയാൽ ബ്ലാക്ക് ഫിനിഷ് തന്നെ വരുന്നു. ഫെൻഡറിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. ഡോർ ഹാൻഡിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഡ്രമ്മൊക്കെ നോക്കിയാലും ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ചുണ്ട് ഹൈമൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ഡീഫോഗർ ലൈന്, റിയർ വൈപ്പർ ഇതൊന്നും വരുന്നില്ല. ടിയാഗോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, സെൻസറൊക്കെ വരുന്നുണ്ട്. 242 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. സ്പെയർ ടയർ നമുക്ക് ഈ ഒരു മോഡൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ വരുന്നില്ല കേട്ടോ, മാനുവലി വേണം നമ്മൾ ചെയ്യാൻ. മിറർ തന്നെ മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു മോഡലിൽ വരില്ല, പക്ഷേ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നല്ല നീറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. സെൻട്രൽ ലോക്ക് നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല, അതും എക്സ്ട്രാ ചെയ്യണം. AC മാനുവലി കൺട്രോൾ ചെയ്യാൻ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. 1.2 ലിറ്റർ 3 സിലിണ്ടർ ആണ് വരുന്നത്. 86 PS പവർ, 113 Nm ടോർക്ക്. ഒരു 16-17 റേഞ്ചിലൊക്കെ മൈലേജ് നമുക്ക് ഈ ഒരു മോഡൽ പ്രതീക്ഷിക്കാം.